ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ഇൻസൈഡ് ഔട്ട് എഗ് സാൻഡ്വിച്ച് ആണ്. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുക. ഫില്ലിംഗ് ആയിട്ട് ഞാനിവിടെ സലാമിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമായ തിക്നെസ്സിൽ കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ നമുക്ക് ബട്ടറിൽ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതേപോലെ ചെറിയൊരു ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് എടുക്കാം. ഇനി ബട്ടറിൽ ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. ടോസ്റ്റ് ചെയ്ത ബ്രെഡെല്ലാം ഹാഫായിട്ട് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഞാനിവിടെ ഒരു ബൗളിൽ 3 മുട്ട ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതിലേക്ക് കുരുമുളകും ഉപ്പും 1 സ്പൂൺ വെള്ളവും ആഡ് ചെയ്ത് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. അതിനുശേഷം ഓയിൽ ചൂടായി വരുമ്പോഴത്തേക്കും ഒരു വലിയ സ്പൂൺ ബീറ്റ് ചെയ്ത എഗ്ഗ് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ ഒന്ന് ചുറ്റിച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ബേസ് ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം മാത്രം നമുക്കിതേപോലെ ഒരു ഹാഫ് ബ്രെഡ് വെച്ച് കൊടുക്കാം. 4 സൈഡും കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ബ്രെഡ് വെച്ചിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് മയണൈസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. മയണൈസിൻ്റെ റെസിപ്പി ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇതിന് മുകളിലായിട്ട് സലാമി വെക്കാം. സലാമി ഇഷ്ടമാണെങ്കിൽ കൂടുതൽ നമ്പേഴ്സ് നമുക്ക് വെക്കാം. ഇനി ടൊമാറ്റോയും ക്യൂക്കമ്പറും വെച്ച് കൊടുക്കാം. ഇതിന് മുകളിലായിട്ട് ഗ്രേറ്റഡ് ചീസ് ആഡ് ചെയ്യാം. ഏത് ടൈപ്പ് ചീസ് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം. ചീസ് ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ കുറച്ച് കൂടുതൽ ഗ്രേറ്റ് ചെയ്തത് ആഡ് ചെയ്യാം. ലോ ഫ്ലെയിമിലാണ് നമ്മൾ ഇത്രയും നേരം കുക്ക് ചെയ്തത്. ഇതേപോലെ പാനിൽ നിന്ന് മുട്ട വിട്ട് വരികയാണെങ്കിൽ നമുക്ക് കവർ ചെയ്യാം. ആദ്യം ഇതേപോലെ 2 ഓപ്പോസിറ്റ് സൈഡ്സ് കവർ ചെയ്യാം. പിന്നെ ബാക്കി 2 സൈഡ്സും കവർ ചെയ്യാം. ഫില്ലിംഗ് പുറത്തു പോകാത്ത രീതിയിൽ കവർ ചെയ്യണം. ഇനി സാൻഡ്വിച്ച് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഇൻസൈഡ് ഔട്ട് എഗ് സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. സാധാരണ നമ്മൾ ബ്രെഡിൻ്റെ അകത്താണ് മുട്ട വെക്കാറ്. ഇവിടെ നമ്മൾ ബ്രെഡ് മുട്ടയുടെ അകത്താണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇൻസൈഡ് ഔട്ട് ബ്രെഡ് സാൻഡ്വിച്ച് നമ്മൾ ഇതിനെ വിളിക്കുന്നത്. സലാമി അല്ലെങ്കിൽ നമുക്ക് ഫില്ലിംഗ് ആയിട്ട് ചിക്കനോ സോട്ട് ചെയ്ത വെജിറ്റബിൾസോ ആഡ് ചെയ്യാം. വളരെ ടേസ്റ്റി ആൻഡ് ചീസി ആയിട്ടുള്ളൊരു സാൻഡ്വിച്ചാണ്. ഒരു കംപ്ലീറ്റ് മീലായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ബ്രേക്ക്ഫാസ്റ്റോ ഡിന്നറോ ആയിട്ടോ നമുക്കിത് കഴിക്കാം. കോൾഡ് കോഫിയുടെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷനാണ്. വെറൈറ്റി ആയിട്ടുള്ളൊരു സാൻഡ്വിച്ചാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടാൻ വേണ്ടി ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുക. അടുത്ത വ്ളോഗിൽ കാണും വരെ ബൈ.